ഇറാൻ യുദ്ധം ലോകത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. വർഷങ്ങളായി തുടരുന്നതാണ് റഷ്യ യുക്രൈൻ യുദ്ധം. സമീപകാലത്ത് യുദ്ധത്തിന് ഇടവേളയുണ്ടായിട്ടുണ്ടെങ്കിലും സംഘർഷത്തിന്റെ കാർമേഘങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ നീക്കം നടത്തുന്നതായി സൂചനകൾ വന്നു. ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയായിരുന്നു അത്. എന്നാൽ ആശ്വാസം നൽകുന്ന വാർത്തകളല്ല ഇപ്പോൾ മേഖലയിൽ നിന്ന് വരുന്നത്. റഷ്യയുടെ തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലിൽ കാന്തിക മൈനുകൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. ബാൾട്ടിക് കടലിലെ ഉസാലൂഗ തുറമുഖത്ത് നങ്കൂരമിട്ട ടാങ്കർ കപ്പലിന്റെ അടിഭാഗത്ത് നിരവധി കാന്തിക മൈനുകൾ കണ്ടെത്തിയെന്നാണ് റഷ്യൻ അന്വേഷണ സമിതി അറിയിച്ചത്. ഈ മൈനുകൾ നാറ്റോ രാജ്യത്ത് നിർമ്മിച്ചതാണെന്ന് റഷ്യൻ അന്വേഷണ സമിതി വ്യക്തമാക്കി. എല്ലാ മൈനുകളും നിർവീര്യമാക്കിയതായി റഷ്യൻ അന്വേഷണ സമിതി പറഞ്ഞു. ബെൽജിയത്തിലെ ആൻവർപ്പ് തുറമുഖത്ത് നിന്ന് ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് കയറ്റാനെത്തിയ അർഹീനിയസ് എന്ന ടാങ്കറിന്റെ പുറംഭാഗത്താണ് മൈനുകൾ കണ്ടെത്തിയത്. മുങ്ങൽ വിദഗ്ധരുടെ പരിശോധനയിലാണ് മൈനുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ വർഷം 4 എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഇതേ തുടർന്നാണ് തുറമുഖങ്ങളിലെ കപ്പലുകൾ മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കാൻ തുടങ്ങിയത്. ഈ പതിവ് പരിശോധനയിലാണ് ഈ മൈനുകൾ കണ്ടെത്തിയത്. ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള അട്ടിമറി ശ്രമമാണിതെന്നാണ് റഷ്യ സംശയിക്കുന്നത്. തുടർന്ന് റഷ്യ തങ്ങളുടെ തുറമുഖങ്ങളുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ റഷ്യയുടെ ആരോപണം നാറ്റോ തള്ളിക്കളഞ്ഞു. നാറ്റോ ഒരു ടാങ്കിലും മൈനുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നാണ് നാറ്റോ സംഘടനയുടെ വക്താവ് അറിയിച്ചിരിക്കുന്നത്. അതിനിടെ നിർണായകമായ ഒരു അറിയിപ്പ് റഷ്യയിൽ നിന്നുണ്ടായിരിക്കുന്നു. യുക്രൈനിലേക്ക് ആക്രമണം ശക്തമാക്കുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. വിദേശ പൗരന്മാരും കീവ് വിടണമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. വിദേശ പൗരന്മാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും കീവ് വിടണമെന്നാണ് റഷ്യയുടെ നിർദ്ദേശം. ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും ആക്രമിക്കുമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ശക്തമായ ആക്രമണമാണ് റഷ്യ യുക്രൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്ന് യുക്രൈൻ തലസ്ഥാനത്ത് നടത്തിയതിനു ശേഷമാണ് റഷ്യയുടെ ഈ മുന്നറിയിപ്പ്. 3 ദിവസത്തിനിടെ കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഏറ്റവും പുതിയ മധ്യദൂര ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ ഓഷ്നറിക് ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 100-ലധികം മിസൈലുകളും 600ഓളം ഡ്രോണുകളും റഷ്യ ആക്രമണത്തിന് ഉപയോഗിച്ചു. റഷ്യൻ അധിനിവേശത്തിലുള്ള ലുഹാൻസ് മേഖലയിലെ സ്റ്റാരോവിൽക്സിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് റഷ്യ യുക്രൈൻ ആക്രമണം നടത്തിയത്. ഈ ആക്രമണമാണ് തങ്ങളെ ഈ കടുത്ത നീക്കത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് റഷ്യ വിശദീകരിക്കുന്നത്.